നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തെയും PM ശ്രീ പദ്ധതിയുമൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ എതിർത്തിരുന്ന പാർട്ടിയാണ് CPM. എന്നാൽ പെട്ടെന്നാണ് PM ശ്രീ പദ്ധതിയിൽ ചേരാൻ കേരള സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. CPI ശക്തമായി ഇടപെടൽ നടത്തി ഒടുവിൽ പദ്ധതിയിൽ ചേരേണ്ടതില്ല എന്ന രീതിയിൽ കേരള സർക്കാർ കേന്ദ്രത്തിന് കത്തുകയൊക്കെ തന്നെ ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചയായി മാറുന്നത്. ഇക്കാര്യത്തിൽ തങ്ങളുടെ പാലമായി പ്രവർത്തിച്ചത്, അതായത് കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണ് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കരാറിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അന്നും കേന്ദ്ര സർക്കാർ അഭിനന്ദിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ജോൺ ബ്രിട്ടാസ് MPയെയുമാണ്. അതല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ അല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ പാലവുമായി ബന്ധപ്പെട്ട് പിന്നെ നിരവധി വിവാദങ്ങൾ ഉയർന്നു. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് താൻ ഇനിയും പാലമായി പ്രവർത്തിക്കും, കാരണം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഒരു MP എന്നുള്ള നിലയിൽ തൻ്റെ സേവനം അങ്ങനെയൊക്കെയാണ് താൻ വിനിയോഗിക്കുന്നത് തുടങ്ങി ഒരുപാട് തൊടുന്യായങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊക്കെ തൊട്ട് പിന്നാലെ സാക്ഷാൽ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ വിശദീകരണ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇനിയും ഇഷ്ടംപോലെ പാലങ്ങൾ ഇതുപോലെ പണിയുമെന്ന്, അതായത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായി ഇനിയും 2 or 3 ഒക്കെ പാലങ്ങൾ പണിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഡൽഹിയിൽ കേരളത്തിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു പാലം പണിയുന്നതിന് വേണ്ടി ഒരാളിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ KV തോമസ് എന്നാണ്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ വലിയ പ്രമുഖനായ നേതാവുമൊക്കെ ആയിരുന്ന അദ്ദേഹത്തെയാണ് കേരള സർക്കാർ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയായി അവിടെ നിയോഗിച്ചിരിക്കുന്നത്. ഈ കേരളവും ഡൽഹിയും തമ്മിലുള്ള ഈ അന്തർധാര ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്ന് അന്നേ തന്നെ വലിയ തോതിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും പേഴ്സണൽ സ്റ്റാഫും ഒക്കെ നൽകി ലക്ഷങ്ങൾ ചെലവിട്ടാണ് അങ്ങനെ ഒരു പ്രതിനിധിയെ ഡൽഹിയിൽ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരാൾ ഇരിക്കുമ്പോഴാണ് ഇതുകൂടാതെ മറ്റൊരു പാലവും കൂടി, അതായത് ജോൺ ബ്രിട്ടാസ് MP എന്നുള്ളൊരു പാലത്തിനെയും കൂടെ നിയോഗിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ജോൺ ബ്രിട്ടാസ് MP ദീർഘകാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡൽഹിയിൽ വളരെ ശക്തമായ തോതിലുള്ള ബന്ധങ്ങളുണ്ടായിരിക്കാം. അദ്ദേഹം ഒരുപക്ഷെ BJP ബീറ്റൊക്കെ നോക്കിയിരുന്ന ഒരു മാധ്യമപ്രവർത്തകനായിരിക്കാം. അങ്ങനെ BJP നേതാക്കളും മറ്റൊക്കെ അദ്ദേഹത്തിന് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉള്ള ചില ഡീലുകളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് ഞങ്ങൾ ഇനി 2 or 3 പാലം കൂടി നിർമ്മിക്കുമെന്ന്. ഇത് വളരെ വിചിത്രമായൊരവസ്ഥയാണ്. കേരളത്തിലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ ഒരു അന്തർധാര, അതല്ലെങ്കിൽ ഈ രഹസ്യ ബന്ധം സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള ഈ പാലങ്ങൾ പണിയുമെന്നൊക്കെ MP ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ഏറ്റവും എതിർക്കുകയും ചെയ്ത വ്യക്തിയായ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബ്രിട്ടാസിന് അങ്ങനെ പാലം നിർമ്മിക്കാനൊന്നും കഴിയുകയില്ല എന്നാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ മറന്നുപോയൊരു കാര്യം ഓർക്കേണ്ടത്. അത് NK പ്രേമേന്ദ്രൻ MPയുടെ കാര്യമാണ്. NK പ്രേമേന്ദ്രൻ MP ഉൾപ്പെടെയുള്ള ലോക്സഭയിലെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളെ കുറേ നാൾ മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റ് ഹൗസിലെ ക്യാൻറ്റീനിലേക്ക് ക്ഷണിക്കുന്നു. അവർ ഒരുമിച്ചിരുന്ന് ചായയിലോ ഭക്ഷണവും കഴിച്ച് പിരിയുന്നു. പിന്നീട് ഇത് വലിയൊരു വിവാദമാക്കി മാറ്റുകയായിരുന്നു CPM. NK പ്രേമേന്ദ്രൻ BJP ഏജൻ്റാണ് എന്നും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അവിടെ പോയതെന്നും ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചത്. CPMൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആകെ അന്ന് രൂക്ഷമായ രീതിയിലുള്ള ആക്രമണമാണ് NK പ്രേമേന്ദ്രന് നേരെ നടന്നത്. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിലെ കേരള ഹൗസിലെത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു പ്രാതൽ കൂടിക്കാഴ്ച നടത്തുന്നത്. എന്ത് വിഷയമാണ് ചർച്ച ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അതിനൊക്കെ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് തന്നെ ചർച്ച നടത്തുന്നു. ഈ ചർച്ചയുടെ തൊട്ട് പിന്നാലെ PM ശ്രീയിൽ കേരളം ധാരണയാകുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടുന്നത് എന്താണ്, NK പ്രേമേന്ദ്രൻ ഒരു കക്ഷി നേതാവ് എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു ചെറിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ ഇത്രയും വിമർശിക്കുന്ന ആളുകളാണ് ഇപ്പോഴും ഈ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടോ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ള കാര്യം പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളവും കേന്ദ്രവും തമ്മിൽ, അല്ലെങ്കിൽ BJP CPMും തമ്മിൽ നിലവിൽ ഇവിടെ ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു അന്തർധാര ഉണ്ട് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെയായിരിക്കാം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ ഇനിയും പാലം പണിയും എന്ന് പലകുറി വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കാര്യം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ, ഇത് പാലം പണിയുന്നത് നല്ലത് തന്നെയാണ്. കേരളവുമായി നല്ലൊരു പാലം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് പഞ്ചവടി പാലമായി മാറരുത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ളത്. കേരളത്തിലെ എക്കാലത്തും LDF ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ കേന്ദ്രവുമായി നിരന്തരമായി കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോൾ നല്ല കാര്യത്തിൽ
ഇങ്ങനെ കേന്ദ്രവുമായി ഒരു മികച്ച ബന്ധം സ്ഥാപിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിന് ബ്രിട്ടാസിനെയോ കെ വി തോമസിനെയൊക്കെ നിയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ അത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്ന് മാത്രം. ഇപ്പോൾ ഇ ഡിയുടെ റഡാറിൽ നിൽക്കുന്ന, അതല്ലെങ്കിൽ ലാവ്ലിൻ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക അവർക്ക് അവരുടെ ഭാവിക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നല്ലതാണ്. അത് കണക്കാക്കിയുള്ള ഈ പാലങ്ങളാണോ ഇവർ നിർമ്മിക്കുന്നത്, അതോ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പാലങ്ങൾ തന്നെയാണോ ഇവർ നിർമ്മിക്കുന്നത് എന്നാണ് നമ്മുടെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഏതായാലും ഈ പാലം പണി ഇങ്ങനെ നടക്കാൻ തന്നെയാണ് സാധ്യത. അതിന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കൂടെ പച്ചക്കൊടി കാട്ടിയതോടെ കേരളത്തിലെ CPM-ൻ്റെ ഡൽഹിയിലെ പ്രതിനിധികളൊക്കെ തന്നെ, അതിൽ MP-മാരും എല്ലാവരും ഇനി അങ്ങോട്ട് നിരന്തരമായി പാലം നിർമ്മിക്കുന്ന തിരക്കിലായിരിക്കും എന്ന് ഉറപ്പാക്കാം.